അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ രാവിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടാൻ പണി അങ്ങോട്ട് തൊട്ട് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഉമ്മ അത് ഇറച്ചി കൂട്ടാൻ വെക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കുന്നുണ്ട്. സബോളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാമിനെ കുട്ടീനെ കുളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഉണ്ണി ഇതാ കാലൊക്കെ കീട്ടി വെച്ച് സോഫയിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കൊടുക്കുക കേട്ടോ. മിയമോൾക്ക് ഇഡ്ഡലി കൊടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ചായയുടെ കടി ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അതൊക്കെ അല്ലേ എല്ലാവരും കൂടി ആകുമ്പോൾ എളുപ്പമല്ലേ നമ്മൾ നോക്കുക. പുട്ടുണ്ടാക്കാൻ, ഇഡ്ഡലി ഉണ്ടാക്കാൻ, അതൊക്കെ അല്ലേ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എളുപ്പപ്പണി അതാണ് കേട്ടോ. അങ്ങനെ ഇനി എന്താ പോത്തോളെ എത്തിക്കൊന്ന് പോവാട്ടെ. പോത്തോള് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ പോത്തോളനെ പാടത്തൊന്നും പോയി കെട്ടിയിട്ടില്ല. അപ്പോൾ തൊഴുത്തൊക്കെ ഒന്ന് കഴുകി പോത്തോളനൊക്കെ ഒന്ന് കഴുകി കൊടുത്തിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് പുല്ലരിഞ്ഞ് കൊടുന്ന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ തിന്ന് കാലിയാക്കിയിട്ട് കിടക്കുക രണ്ടാളും. അങ്ങനെ ഉണ്ണിയുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയുടെ അല്ലാട്ടോ, ഉണ്ണിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ തുണികൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നു ഷംന വാഷിംഗ് മെഷീനിൽ. അപ്പോൾ ഞാനാണ് തോരടുന്ന ആൾ. അപ്പോൾ അതൊക്കെ തോരയിടുക കേട്ടോ. അപ്പോൾ പോത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പോത്ത് ഇങ്ങനെ നോക്കുകയാണേ. ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേഗം പേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. ആദ്യം നമ്മളവിടെ തറവാട്ടിൽ ഉമ്മയുടെ തറവാട്ടിൽ താമസിക്കുമ്പോൾ പോത്തോള് 2 ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവറ്റ വലുതായപ്പോൾ ഭയങ്കര കുറുമ്പന്മാരായിട്ടാണ്. 2 പോത്തുണ്ടായിരുന്നു. അവറ്റ കുത്താനൊക്കെ വരിക. അപ്പോൾ ചെറിയൊരു പേടി. ആ പോത്തോടുള്ളപ്പോൾ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ഇപ്പോൾ പേടിയാവട്ടെ അടുത്തേക്കൊക്കെ പോവാൻ. ഉപ്പാക്ക് ഒരു പേടിയില്ല കേട്ടോ. അങ്ങനെ ചമ്മയും കുട്ടിയൊക്കെ കൂടിയിട്ട് ആ വണ്ടിയുമ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ വണ്ടിയുമൊക്കെ പോയി വന്നിട്ട് വണ്ടി കഴുകി കഴിഞ്ഞാൽ മാമാടെ ഭാഗം ഒരു സമ്മാനം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയോട് കഴുകി കൊടുക്കട്ടെ. ഭയങ്കര മത്സരമാണ്. അപ്പോൾ പൈസയ്ക്ക് കഴുകാൻ അറിയണില്ല. അപ്പോൾ ഈ ഇങ്ങോട്ട് കട്ടിയാണെങ്കിൽ കഴുകാൻ അറിയില്ല പറഞ്ഞിട്ട് അവൻ കഴുകണുണ്ട് കേട്ടോ. അപ്പോൾ മാമാടെ ഭാഗം എന്താ സമ്മാനം എന്താ മേടിച്ചു കൊടുത്താണാവോ ഒട്ടിക്ക് അറിയില്ല. എന്തൊക്കെ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് അവൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്കാച്ചെങ്കിൽ വണ്ടി കഴുകാനൊക്കെ ഇഷ്ടമാണ്. ഒന്നും വേണ്ട മാമ ഞങ്ങൾ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് കഴുകി കൊടുക്കണൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോവുകയാണ്, രണ്ടാളൊന്ന് പോവുക. ഭയങ്കര വിഷമത്തിലാട്ടോ. പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കണത് വിരിപ്പാക്ക വെച്ചിട്ടാട്ടോ. വിരിപ്പാക്കലാണ് ഞാൻ എത്തിയേക്കുന്നത്. കാരണം ഒരു സുഖമില്ല. വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ അത് ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിറകില്ല, അത് കാരണമാണ് അടുപ്പത്ത് വയ്ക്കാത്തത്. അടുപ്പുമ്മ വയ്ക്കണത് കേട്ടോ. വിറകില്ലാത്തത് കൊണ്ടാണ്. ചിരട്ടൊക്കെ ഉണ്ട്, എന്നാലും തീ പിടിപ്പിച്ചിട്ടില്ല. ശരിക്കും അങ്ങോട്ട് കത്തൂല്ല. ഇങ്ങനെ പുകഞ്ഞ് നിൽക്കണേ. അകത്തൊക്കെ ആകെ പുക വരിക. അതാണ് അടുപ്പ് കൂട്ടാത്തിട്ട. വേനൽക്കാലമായ അമ്മ അടുപ്പ് പുറത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിലാട്ട ചോറൊക്കെ വെക്കുക. ഇപ്പം ഇനി മഴയൊക്കെ പെയ്താൽ പിന്നെ അതിൽ വെക്കണില്ല കേട്ടോ. അങ്ങനെ വേനൽക്കാലം കഴിയുമ്പോൾ പുറത്ത് അടുപ്പിൽ തീ പൂട്ടും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. പിരിവൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയുടെ ജാക്കി വണ്ടിയാണിത്. വേനൽക്കാലമായി ഉപ്പാക്ക് ജാക്കി വണ്ടിക്ക് പണി കിട്ടും കേട്ടോ. കിണർ പണിയൊക്കെ കിട്ടും. അപ്പോൾ ഉപ്പ പുല്ലിന് പോയേക്കുക. രാവിലെ കുറഞ്ഞ പുല്ലൊക്കെ പോത്തോൾക്ക് ഇട്ട് കൊടുത്ത് പോത്തോള് നിന്ന് പാടത്ത് കൊണ്ട് കെട്ടിയിട്ടില്ലേ. അപ്പോൾ 2ാം ട്രിപ്പ് പുല്ലേരിഞ്ഞിട്ട് കൊണ്ടുവരട്ടെ. ഉപ്പാക്ക് ഇരുന്ന് 2-3 ട്രിപ്പായി ഇപ്പോൾ പുല്ലേരിന് പോയിട്ട് പുല്ലേരിഞ്ഞിട്ട് വരുന്നു. കണ്ടില്ലേ, ഇത്ര നല്ലത്. ഇതിനെങ്ങാട്ടും തോനൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഇപ്പോൾ വരിക. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നതൊന്ന് വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ പറയും ഇപ്പം ഇട്ട് കൊടുക്കണില്ല. ഇപ്പം ഇട്ട് കൊടുത്ത അവന്മാരൊക്കെ തിന്നുള്ളൂ എന്ന് പറയുകയാണേ. ഒത്തിരി വെള്ളം കൊടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് പുല്ലിട്ട് കൊടുക്കുള്ളൂ പറയുക. അപ്പോൾ ഇപ്പം അത് വണ്ടിയിൽ നിന്നൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോത്തിന് വെള്ളം കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ 3 ആളും കൂടി ചോറ് കഴിക്കുകയാണ്. അങ്ങനെ എന്താ മോര് കൂട്ടാനും വെച്ചിട്ടുണ്ട് ഉമ്മ. മോര് കൂട്ടുണ്ട്, ഇറച്ചി കൂട്ടുണ്ട്, മാങ്ങച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ അസി വരും ഷംനാനെ കൊണ്ടുവരാൻ. അസി ഉച്ചയിരുന്നിട്ട് വരും. അവന് കടയിൽ തിരക്കുണ്ട്. പിന്നെ കോഴിക്കട ഉണ്ട്. പിന്നെ ബീഫൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശനി ഞായറൊക്കെ. അങ്ങനെ അവന് തിരക്കുള്ള കാരണം അവൻ പെട്ടെന്നൊന്നും വരില്ല. എനിക്ക് പിന്നെ പിരിവ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നേക്കാട്ടെ ഞങ്ങളെ വിളിക്കാനായിട്ട്. ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് ഇനി തിങ്കളാഴ്ച തൊട്ട് സ്കൂളായി, മദ്രസയായി, എല്ലാം ആയി. അങ്ങനെ പിള്ളേർക്കും ചോറ് കൊടുത്തിട്ടുണ്ട്. പൊന്നൂസിന് ചോറ് വാരി കൊടുക്കാതിരുന്നതാണ് ഷംന. അപ്പോൾ ചെറുത് ഉറങ്ങായിരുന്നു കേട്ടോ. ഉറങ്ങി നീച്ചപ്പോൾ അവൾ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ മൂത്തുമ്മ വാരി തരട്ടെ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു.
അപ്പോൾ അവൾക്ക് ഞാൻ വാരി കൊടുക്കാട്ടോ. അപ്പോൾ മറ്റൊരു 3 കൂടിയിട്ട് തന്നെ വാരി കഴിക്കുന്നുണ്ട്. എല്ലാവരും ഫോണ് വേണം. എന്താ പൊന്നൂസിന് ചോറ് തിന്നാൻ, കുഞ്ഞോൾക്ക് ചോറ് തിന്നാൻ ഫോൺ അടുത്തുണ്ട്. ഇക്കാടെ ഫോണുണ്ട് അവളുടെ കയ്യിൽ. അങ്ങനെ ഞാനും ഉമ്മയും ശമ്മനൊക്കെ കൂടിയിട്ട് ചോറ് കഴിക്കുകയാണ്. ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ പണിയൊക്കെ അങ്ങോട്ട് ഏതാണ്ട് കഴിഞ്ഞുട്ടാ. ഇനി കുറച്ച് നേരം വിശ്രമിക്കുക. കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മളെ പോണത്. ചെന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കാനും കൂട്ടാനും വയ്ക്കാനൊന്നും വയ്യ. ചെന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഉമ്മ വന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഓരോ ഡ്രസ്സാണ് കേട്ടോ, ഓരോ മോഡൽ ഡ്രസ്സ്. കളർ ചേഞ്ചാണ് ഞാൻ പറഞ്ഞ അന്ന് എടുത്തില്ലേ, അതേമാതിരത്തെ ഡ്രസ്സാട്ടോ രണ്ടാളും ഇട്ടേക്കണത്. അങ്ങനെ അടുപ്പും തറ മുകളിൽ കയറി നിന്നിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ ഞങ്ങൾ രണ്ടാളും. പിന്നെ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ഉപ്പാക്കും ഉമ്മാക്കും ഈ വീട് മേടിച്ചുകൂടെ, നമ്മളിത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു വിട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ ഉപ്പാക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ആയപ്പോൾ ഇപ്പം അത് കൊടുത്തു. ഇനി ഒരു വീട് വെക്കണം. ഇവിടെ സൗകര്യം ഇല്ലാത്ത കാരണമാണ്. വീട് കാണാൻ നല്ല വീടൊക്കെ തന്നെയാണ്, പക്ഷെ അങ്ങോട്ട് സൗകര്യക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ആഗ്രഹം, അനിയന് ആഗ്രഹം എന്താ വെച്ചെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെക്കാനാണ്. അവനവൻ്റെ ഇഷ്ടത്തിന് വീട് വെക്കാനല്ല ആഗ്രഹം, ആ ഒരു ആഗ്രഹം കേട്ടോ അവനെ. അപ്പം അതുകൊണ്ടാണ് ഇത് മേടിക്കാത്തത്. സ്ഥലം വാങ്ങി വീട് വെക്കാനാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ അനുഗ്രഹിച്ച അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീട് പണിയൊക്കെ നോക്കണം. പെട്ടെന്ന് അനിയൻ്റെ കല്യാണവും ഒക്കെ ഇൻഷാ അല്ലാഹ് ഒക്കെ ചെയ്യണം. അങ്ങനെ അതാ അനിയനും എത്തിയിട്ടുണ്ട് കേട്ടോ. ഷംനാടെ മാപ്പിള എത്തിയിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അവർ ഫസ്റ്റ് പോകട്ടാ. അങ്ങനെ ഉപ്പയും ഉമ്മയും ഇവർക്കൊന്നും ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ണി പോകാനായിട്ടുണ്ട്. അടുത്ത മാസം അവനും പോവും. ഇൻഷാ അല്ലാഹ് ഡേറ്റൊക്കെ ഞാൻ അടുത്ത് പറയാട്ടാ, സമയം ഞാൻ പറയാം. അപ്പം അവനെന്താ ഞങ്ങൾ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായി. അവനെ അവിടെ പോയി കാണാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലിയുമായിട്ട് മൊത്തമൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവർക്ക് കെടുക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ വിരിച്ചതാണ്. അതുമ്പോൾ പായ എടുത്തപ്പോൾ ആകെ തല്ലുട്ടായി ചെറുത്. അങ്ങനെ 2 പായൊക്കെ എടുത്ത് വിരിച്ച് അങ്ങോട്ട് വഴുക്കി വീഴലും ആകെ ബഹളമായി. അപ്പോൾ അതൊക്കെ എടുത്ത് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് മടക്കി വെച്ച വഴുക്കി വീഴും അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അത് മടക്കി വെച്ചു. അങ്ങനെ ഷംനെ പോവാൻ നോക്കുന്നുണ്ട്. അവന് തിരക്കുണ്ട് ഇത്ര പോവാൻ, വേഗം പോവാ ഒരുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് തൊയിലും കൊടുക്കണില്ല കേട്ടാ. അതിൻ്റെ ഇടയിൽ ഇക്ക ഇവിടെ കിടന്നിട്ട് ഓളിയിരുന്നുണ്ട്. ഇവർ പോയപ്പോൾ ഇക്കാക്ക് തിക്കും തിരക്കായി. പോവാ പറഞ്ഞിട്ട് ഇവർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് തന്നെ പോയത്. ഇവിടെ വന്നിട്ട് ഇപ്പം എന്താ കാര്യം വായിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് തന്നെ പോയിട്ട്. അപ്പോൾ ഷംനാനെ വിളിച്ചിട്ട് ഒരു തൊഴിലില്ല പോവാ പറഞ്ഞിട്ട്. അപ്പോൾ ഷംന പറയുന്നുണ്ട് എന്തൊക്കെ ഒരു തൊഴിലും തരാത്ത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെരുപ്പ് തരിക കാണുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ചെരുപ്പ് സോഫയുടെ ഇടയിലിരുന്ന് അതൊക്കെ എടുത്ത് അങ്ങനെ അവരൊക്കെ അത് ഇറങ്ങണു. അങ്ങനെ ഉമ്മ കൊടുക്കലും ടാറ്റ പറിച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ എന്നാ വരല്, ഇനി സ്കൂളായി മദ്രസയായി ഇനി എപ്പോഴൊക്കെ വരാൻ പറ്റുന്ന. ഇനിയിപ്പോൾ പോവാറാകുമ്പോൾ വരും കേട്ടോ ഞങ്ങൾ. അവൻ പോണതിൻ്റെ തലേന്ന് വരും. അങ്ങനെ ഇക്കത് അവിടെ നിന്നിട്ട് എന്നെ നോക്കണ കണ്ടില്ല ഞങ്ങൾ. നമുക്ക് പോണ്ടേ എന്നുള്ള ഉദ്ദേശം. ഇക്കാക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ വേഗം പോകണം വീട്ടിലേക്ക്. അങ്ങനെ അവർ പോയപ്പോൾ ഇക്കാക്ക് തിരക്കായി പോകണം. എന്താ വെച്ചെങ്കിൽ പെട്ടി വണ്ടിയല്ല കൊടുന്നേക്കണം കേട്ടോ, ബൈക്കാണ് കൊടുന്നേക്കണം. എല്ലാവരും കൂടി പോകുമ്പോൾ പ്രശ്നമാവും. എനിക്ക് വെച്ചെങ്കിൽ പെട്ടി വണ്ടിയിൽ പോകാൻ ഇഷ്ടമല്ലാണ്ടായിട്ടാണ്. അത് കാരണം എന്നെ കൊണ്ടാക്കി തന്നത് ഉണ്ണിയാണ്. 2 ബുള്ളറ്റിൽ അവൻ പൈസയും കൂടി അതിലിരുന്നു. ഇക്കും ഉണ്ണിമോളും കൂടിയിട്ട് ഇക്കാടെ വണ്ടിയിൽ വന്നിട്ട്. എന്താ വെച്ചെങ്കിൽ പോലീസ് എങ്ങാനും പിടിച്ച പിന്നെ ഇരുട്ടായിട്ടുണ്ട്, നല്ല ഇരുട്ടായിട്ടുണ്ട്. അത് കാരണം ഉണ്ണീനെയും വിളിച്ചു വിട്ടാ. അങ്ങനെ ഇപ്പം ഇതാ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമ്മ അവിടെ പാത്രം കഴുകലൊക്കെ ഉണ്ട്. ഉണ്ണി നിസ്കരിക്കാൻ പള്ളിക്ക് പോയിക്കട്ടാ. അങ്ങനെ ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ക്ലീനാക്കി കൊടുത്തുവിട്ട. അമ്മക്ക് അവിടെയൊക്കെ അടിച്ച് കയറി അടുപ്പും തറൊക്കെ തുടച്ച് വൃത്തിയാക്കി ഉമ്മ പാത്രം മോളുന്നുണ്ട്. ഇക്കതങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ നോക്കിയിട്ട് നിൽക്കാൻ വരുന്നതാണ്. ഇവിടെ അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്, മദ്രസ പള്ളി ഉണ്ട്. അവിടെ പോയിട്ട് നിസ്കരിക്കും, അല്ലെങ്കിൽ വടക്കാഞ്ചേരി പോയിട്ട് അവനെ നിസ്കരിക്കാൻ. അങ്ങനെ അവൻ വന്നോട്ടാ. അപ്പോൾ അവനെ ഞങ്ങളെന്നെ ആക്കി തരുമോ ചോദിച്ചപ്പോൾ പിന്നെന്താ വായോ പറഞ്ഞിട്ട് ഞങ്ങളെന്നെ കയറ്റിയിട്ട് ഇപ്പൊക്കെ കൊണ്ടുവന്നാക്കിയെന്നു. വോയിസ് കൊടുക്കുമ്പോൾ ഒരു സുഖമില്ല കേസ്. എന്താ ചെയ്യുക, മനസ്സിന് ഒരു ഇടങ്ങേറ്. പൈസ നല്ല കരച്ചിലായിട്ട് അവൻ മാമാടെ അടുത്തൊക്കെ എടുക്കുള്ളേ. അത് കാരണം അവന് ഭയങ്കര ഇടങ്ങേറ്. മാമ പറഞ്ഞ ജീവനാട്ടാ കുട്ടികൾക്കൊക്കെ. അങ്ങനെ പൈസ ഇന്ന് കരയപ്പോൾ പഠിക്കാൻ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, മദ്രസയിൽ പോകണ്ടേ, സാരില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഞങ്ങളെന്നെ അങ്ങോട്ട് ആക്കി തരുന്നുണ്ട്.
അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.